എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തൊരു കേസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ അറസ്റ്റ് ചെയ്ത കാരണം എന്താ? കർണാടകയിലുള്ളൊരു സ്ത്രീക്ക് അവരുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇവർ വിശ്വസിച്ച് ഈ അമ്പലത്തിൽ വന്ന്, ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അവിടെ പ്രത്യേക ചടങ്ങുകളും പൂജകളും ഒക്കെ കഴിക്കണം. അതിന് 24,000 രൂപ വേണമെന്ന് പറഞ്ഞ് 24,000 രൂപ കൈപ്പറ്റുകയും തിരിച്ചു ചെന്നതിന് ശേഷം ഈ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഈ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറുകയും ആ പെണ്ണിനെ വീണ്ടും തിരികെ വിളിച്ചു വരുത്തുകയും ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതാണ് അരുൺ എന്ന പൂജാരിക്കെതിരെ വന്ന കേസ്. ഈ ഒരു വിഷയത്തിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, കർണാടക പോലീസ്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി. നമ്മൾ ഓൾറെഡി ഈ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റിയാക്ട് ചെയ്ത ആ വീഡിയോയ്ക്കകത്ത് ഞാൻ 1-2 എൻ്റെ സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സംശയം, ഇദ്ദേഹം സംസാരിച്ചതായിട്ട് ഈ പെൺകുട്ടി പുറത്തുവിട്ട ഒരു ഫോൺ കോൾ, ഈ ഫോൺ കോളിനകത്ത് NRI നമ്പർ, അതായത് വിദേശത്തെ ഒരാൾ എടുക്കുന്ന നമ്പറിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് അതിലെ ഫോൺ നമ്പർ കാണിച്ചത്. അപ്പോൾ ഈ അരുൺ എന്ന് പറയുന്ന ഇദ്ദേഹം വിദേശത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസുകാർക്ക്, ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർക്ക് ഈ ഒരു വിഷയത്തിൽ ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് വീണ്ടും മൊഴിയെടുക്കണം എന്നുള്ള രീതിയിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യത്തെ സാധൂകരിക്കും വിധം, അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറയുന്നത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ മറ്റൊരു പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ അറസ്റ്റിലായ അരുൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചേച്ചി. കുറച്ചും കൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ണി ദാമോദർ എന്ന് പറയുന്ന ഒരു പൂജാരിയുണ്ട്. ഈ പൂജാരിയുടെ 2 മക്കളുണ്ട്. അതിലെ 2ാമത്തെ മകളുടെ ഭർത്താവിനെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. 1ാമത്തെ മകളാണ് ഇപ്പോൾ രംഗത്ത് വന്ന് സംസാരിക്കുന്നത്. 1ാമത്തെ മകൾ രംഗത്ത് വന്ന് സംസാരിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ കുടുംബത്തിലുള്ള ചില ആളുകൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു, അവർ പെടുത്തിയതാണ് ഞങ്ങളെ ഈ ഒരു വിഷയത്തിൽ എന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ മൂത്ത മകള് പറയുന്നത്, അതായത് ഉണ്ണി ദാമോദറിന്റെ മൂത്ത മകള് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. സെപ്റ്റംബർ 22-ന് ലേറ്റ് ബ്രഹ്മശ്രീ KV ദാമോദരൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ 101ാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെൻറ്റർ പെരിങ്ങോട്ടുകരയിൽ ക്ഷേത്രത്തിൻ്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. ഇതിനുശേഷം അച്ഛൻ്റെ സഹോദരങ്ങളായ KD ദേവദാസ്, വേണുഗോപാൽ, അവരുടെ മക്കളായ പ്രവീൺ, ശ്രീരാഗ്, സ്വാമിനാഥൻ, കാശിനാഥൻ, അവരുടെ ഭാര്യമാരായ രജിത, അനഘ, ചന്ദന, മഹേശ്വരി, വല്യമ്മമാരായ ലളിത, പ്രമീള, മിനി എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ക്ഷേത്രത്തിൻ്റെ മുതൽ അവർ പറഞ്ഞത്, ഞാൻ അങ്ങനെ തന്നെ കോട്സിൽ പറയാണ്, ക്ഷേത്രത്തിൻ്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ക്ഷേത്രത്തിൻ്റെ ധനം, ക്ഷേത്രത്തിൽ 1 രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വിയർപ്പിൻ്റെ വിലയാണ് എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണി ദാമോദരൻ. അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് V കൃഷ്ണയ്യരുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് കീഴിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ഇനി ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് ഇനിയും വിഷയം മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ഒന്ന് ചുരുക്കി പറയാം. അതായത് ഇവരുടെ കുടുംബം അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രം ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കാനായിട്ട് തയ്യാറാവുന്നു. ഈ സമയത്ത് ഇങ്ങനൊരു ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിക്കുമ്പോഴത്തേനും ഒരുപാട് സാമ്പത്തികം അങ്ങോട്ടേക്ക് പോകും. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് പണം അങ്ങോട്ടേക്ക് പോകും. ഈ ക്ഷേത്രത്തിൻ്റെ പണം അങ്ങോട്ട് പോകുന്നത് ഇവരുടെ കുടുംബത്തിലുള്ള 13 ആളുകൾക്ക് ഇഷ്ടമല്ല. ഈ 13 ആളുകളാണ് ഇതിനെ എതിർത്തത്. എന്തിനെ എതിർത്തത്? ക്ഷേത്രത്തിൻ്റെ പൈസ അങ്ങനെ പൊതുജനങ്ങൾ കൊണ്ട് തിന്നണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ്. അതായത് അവിടുത്തെ പണം അല്ലെങ്കിൽ ആ സ്വത്ത് ഈ 13 പേര് ചേർന്ന ഇവരുടെ കുടുംബ അംഗങ്ങൾക്ക് വേണം എന്നുള്ള ഒരു കാര്യത്താലാണ് ഇവരിതിനോട് യോജിക്കാതിരുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇവരെ കുറിച്ചിട്ടാണ് ഈ പെൺകുട്ടി ഇപ്പോൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കുടുംബാംഗങ്ങളെ കുറിച്ച് മറ്റൊരു അലിഗേഷനും കൂടെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. നമുക്ക് ആ അലിഗേഷൻ കൂടെ ഒന്ന് കേൾക്കാം. അമ്പലത്തില് ദിവസം അന്നദാനമുണ്ട്. ആ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ട് വിൽക്കുക. കടക്കാരെ ഞാൻ വേണമെങ്കിൽ തരാം, അന്വേഷിക്കാം. ഭണ്ണാരം ചുറ്റിക കൊണ്ട് അടിച്ച് പൊളിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോവുക. അച്ഛനെ കൊട്ടേഷ സംഘത്തിന് വധശ്രമത്തിന് ഏൽപ്പിക്കുക. ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക. ചെറിയ മക്കളാണുള്ളത്, എനിക്കും അനിയത്തിക്കും. അവരെ ഉപദ്രവിക്കുക. ഇനി 5ാമതായിട്ട് ഇവരെയും ഉപദ്രവിച്ച് ആശുപത്രിയിലാക്കിയതിൻ്റെ ഫോട്ടോ ഇവർ കാണിക്കുന്നുണ്ട്. 5ഓളം
ക്രൈമുകളാണ് ഇവർ ഈ അമ്പലത്തിനെതിരെ അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ സേവനം ചെയ്യുന്ന ഈ ഒരു കുടുംബത്തിനെതിരെ നടത്തിയിട്ടുള്ളത്. ഇതിന് ഓൾറെഡി 5 കേസുകൾ ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുമുണ്ട്. ഈ കേസുകൾ മുന്നോട്ട് പോവുകയും ഈ അമ്പലത്തിലെ പണം അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ ഉണ്ടാകുന്ന ധനം ഡയാലിസിസ് സെന്ററിന് പോകുന്നു, അവിടെ ചാരിറ്റിക്ക് പോകുന്നു, അത് ജനങ്ങളിലേക്ക് എത്തുന്നു, നമ്മുടെ സ്വത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളാലാണ് ഇവർ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ചതി ചെയ്തതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്, ഈ ഇത്ര ആളുകളുടെ ഗൂഢാലോചന. ഇനി ഈ അരുൺ എന്ന് പറയുന്ന അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച പെൺകുട്ടി ഈ കുടുംബത്തിലുള്ള ആളുകളുടെ ഒരു സുഹൃത്താണെന്നാണ് ഇവർ അവകാശപ്പെടുന്ന സാധനം. ഇനി നമുക്ക് നേരെ ഈ ചാറ്റിലേക്കും നമ്മുടെ സംശയങ്ങളിലേക്കും ഒക്കെ വരാം. ആദ്യം നമ്മൾ ഈ ചാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ചാറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ +9715575032 +971 എന്ന് പറയുന്നത് ഇന്ത്യൻ നമ്പർ അല്ല, +91 ആണ് ഇന്ത്യൻ നമ്പർ. അപ്പോൾ ഇത് വിദേശത്തുള്ള നമ്പറാണ്. ഞാൻ ഈ നമ്പറിൽ ഈ കോൺടാക്ട് കയറി നോക്കി, ആ പെൺകുട്ടി ആ പുറത്ത് വന്ന ന്യൂസിൽ കാണിച്ചിരിക്കുന്ന അതേ നമ്പർ തന്നെയാണ്, അതേ പ്രൊഫൈൽ പിക്ചർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ട്രൂ കോളർ ഈ നമ്പർ നോക്കുവാണെങ്കിൽ അരുൺ അശോക് എന്ന ഒരു പേരാണ് അതിൽ കാണിക്കുന്നത്. സോ ഇത് അരുൺ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ സംശയം എന്ന് പറഞ്ഞാൽ ഈ അരുണും ഇപ്പൊ അറസ്റ്റിലായ അരുണും ഒരു അരുണാണോ എന്നുള്ളതാണ് ഒരു സംശയം. രണ്ടാമത്തെ സംശയം, രണ്ടും ഒരാളാണെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ ഹണി ട്രാപ്പിൽ പെടുത്തിയതാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ സംശയം. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഒന്ന്, ഹണി ട്രാപ്പിൽ പെടുത്തിയതാണെങ്കിൽ ഒരാൾ ഒരു വല വിരിച്ച് കാത്തിരിക്കുമ്പോൾ ചെന്ന് ആ വലയിലേക്ക് വീണത് അദ്ദേഹത്തിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഈ ഹണി ട്രാപ്പിൽ പെടുത്തുന്നത് തെറ്റാണ്, അതോടൊപ്പം തന്നെ ഇദ്ദേഹം പോയി ആ വലയിലേക്ക് വീണതും തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഇവരൊരു ക്ഷേത്രമാണ് നടത്തുന്നത്. വളരെ ഡിവൈനായിട്ട് കാണേണ്ട ഒരു ക്ഷേത്രത്തിനകത്ത് നടത്തിയിരിക്കുന്ന ക്രൈംസ് ആണ് നിങ്ങൾ കേട്ടത്. അരി മോഷ്ടിക്കുന്നു, ഭണ്ഡാരം കുത്തിപ്പൊളിക്കുന്നു, അച്ഛനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നു, ഈ പറയുന്ന സ്ത്രീകളെ ആക്രമിക്കുന്നു, മക്കളെ ആക്രമിക്കുന്നു. ഇത്രയും ക്രൈം നടക്കുന്ന ഒരു ഫാമിലിയാണ് ആ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്നത്. അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആളുകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, ഞാൻ ഇനി പറയുന്ന ടേംസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബേസിക്കലി ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്, എനിക്ക് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഞാൻ ഉപയോഗിക്കുന്ന ടേംസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ക്ഷമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഈ ചാറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഇദ്ദേഹം അയച്ചിരിക്കുന്ന ചാറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം മാർച്ച് 9, 2025 ഒരു കൈകോപ്പിൽ അയച്ചിട്ടുണ്ട്. സോ അതിന് മുകളിലേക്ക് എന്തെങ്കിലും ചാറ്റാണ്. ഈ ചാറ്റ് ഈ പെൺകുട്ടി പുറത്തു വിട്ടതിനകത്ത് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിന് പുള്ളിക്കാരി ഞെട്ടുന്നൊരു ഇതയച്ചിട്ടുണ്ട്. സെൻഡ് പിക്ക്, ഹലോ, എന്നിട്ട് വീഡിയോ കോള് 5 സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോ കോളിൽ. അതിനുശേഷം സെൻഡ് പിക്ക്, ഹൗ ആർ യു, ഹലോ, ബിസി, കിസ്, ഉമ്മ എല്ലാം അയച്ചിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ഇത് നോക്കുകയാണെങ്കിൽ ഹലോ നോ പിക്സ്, പിക്ക്, ഹലോ, തെരിയലയ എന്ന് പറഞ്ഞ് തമിഴിൽ ഏതാണ്ടൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ചാറ്റുകൾ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട്. ഇനി ഇവർ സംസാരിച്ച കോളുകൾ, അതായത് വാട്സപ്പ് കോളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു മിസ് കോളായിട്ട് പോയിട്ടുണ്ട്, 49 സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട്, 5 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്, മിസ് യു, ഗുഡ് നൈറ്റ്, ഡാ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ആ പെൺകുട്ടി ഈ കോളിനെ ഒരു പരിധി വരെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവർ സംസാരിച്ച ആ ഒരു ന്യൂസിൽ വന്നിരുന്ന കോൾ എടുത്ത് നോക്കിയിരുന്നാലും ആ പെൺകുട്ടി പല കാര്യങ്ങൾക്കും ഓക്കെ മൊളി വിടുന്നുണ്ട്. സോ ഇതൊരു ഹണി ട്രാപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ശരിക്കും ഈ പറഞ്ഞ പോലെ സംഭവിച്ചതാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് കുറച്ച് സംശയങ്ങളാണ്. ഒന്ന്, ഈ 2 അരുണും ഒരരുണാണോ എന്നുള്ള സംശയമാണ് ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം, ശരിക്കും ഇതൊരു ഹണി ട്രാപ്പ് ആണെങ്കിൽ പോയി ചാടിക്കൊടുത്തതിനകത്തും ഒരു തെറ്റ് നമ്മൾ കാണേണ്ടതില്ലേ? ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഈ പറയുന്ന പൂജാരിയെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് മറ്റൊരു അപ്ഡേറ്റ്, ഈ അരുൺ എന്ന് പറയുന്ന അദ്ദേഹം പൂജാരിയല്ല, ഉണ്ണി ദാമോദരൻ മാത്രമാണ് പൂജാരി. അരുൺ എന്ന് പറയുന്ന അദ്ദേഹം ആ ക്ഷേത്രമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ രണ്ടാമത്തെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് എന്ന ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന കേട്ടു. അത് ഒരു തിരുത്ത് നമ്മൾ പറയുകയാണ്. നമ്മൾ ന്യൂസിൽ കേട്ട കാര്യമാണ് നമ്മൾ അന്നേരം സംസാരിച്ചിട്ടുള്ളത്. ഒരു കുഴിയിൽ പോയി ചാടിയിട്ട് അയ്യോ ഞാൻ കുഴിയിൽ വീണല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? നമ്മളത് ശ്രദ്ധിക്കാഞ്ഞിട്ടില്ലേ? ഇത് ഇദ്ദേഹം തന്നെയാണെങ്കിൽ ഇദ്ദേഹം അങ്ങോട്ട് കൊഞ്ചിക്കുഴയുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. വരട്ടെ, റൂം എടുക്കാമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എടുക്കട്ടെ, നിന്റെ കൂട്ടുകാരന് പ്രശ്നമുണ്ടോ, കൂട്ടുകാരിക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെയാണെങ്കിൽ ആ കുഴിയിൽ ഇദ്ദേഹം പോയി പെട്ടുകൊടുത്തതാണ്. സോ പിന്നെ 24,000 രൂപ ഇദ്ദേഹം കൈപ്പറ്റി എന്നാണ് പറയുന്നത്. അങ്ങോട്ടേക്ക് പൈസയൊന്നും പോയില്ല. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവെ പൈസയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ഇവരിവിടെ പറയുന്നത് ഈ കുടുംബത്തെ പെടുത്താനുള്ള പരിപാടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓൾറെഡി ഇവരുടെ ഈ കുടുംബത്തിലുള്ള ഭണ്ഡാരം കുത്തിപ്പൊളിച്ചിട്ട്
ഭണ്ഡാരം കുത്തിപ്പൊളിക്കുന്നു, ചുറ്റി വെച്ച് അടിച്ചു പൊളിക്കുന്നു. ക്ഷേത്രത്തോട്, അപ്പം ഈ ക്ഷേത്രത്തിനെ പല ആൾക്കാരും വിശ്വാസത്തോടെ കാണുന്ന, അല്ലെങ്കിൽ പല അനുഗ്രഹങ്ങളും വരും, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാമെന്ന് ചിന്തിക്കുന്ന അമ്പലത്തിനെ, ക്ഷേത്രത്തിനെ ഈ കുടുംബത്തിലുള്ള മറ്റാളുകളെ, ഇവരല്ല കേട്ടോ, ഈ ഉണ്ണി ദാമോദരൻ ഫാമിലി അല്ല, ഇവരുടെ സ്വന്തക്കാർ, ബന്ധുക്കാർ, മിത്രങ്ങൾ 13 ആൾക്കാർ കാണുന്നത് ഒരു ബിസിനസ്സായിട്ട് മാത്രമാണ്. പണം കറക്കുന്ന ഒരു മിഷൻ ഇതായിട്ട് മാത്രമാണ് ആ ക്ഷേത്രത്തെ അവർ കാണുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ ആ ക്ഷേത്രത്തിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ അവിടെ വരുന്ന വിശ്വാസികളെയും കൂടെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു പ്രക്രിയ മുന്നോട്ട് പോകുന്നതെന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്താൻ പറ്റുകയായിട്ടാണ്.